ഫസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ സ്ക്രീൻ ഗാർഡ് പ്രൊട്ടക്ഷൻ എങ്ങനെ ഒട്ടിക്കാം എന്നതാണ്. നീറ്റായിട്ട് വൃത്തിയായിട്ട് എങ്ങനെ ഒട്ടിക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഗ്ലാസ് ഒട്ടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓപ്പോ F9. ഇതിന്റെ ഗ്ലാസ് ഞാൻ മുമ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളായി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഇനി പുതിയ ഗ്ലാസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിന് അതിനായി ഞാനൊരു ആൻറ്റി ബ്ലൂ ലൈറ്റ് എന്നുള്ള ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. F9 സൂട്ടാവുന്ന F9ന്റെ സെയിം മോഡൽ. ഇതിന് ഏകദേശം 150 രൂപ കൊടുത്താണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ടാണ് ഇതിലേക്ക് എങ്ങനെ ഈസിയായി ഒട്ടിക്കാം എന്നാൽ നമുക്ക് വീഡിയോ. ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനുള്ളതും ഡസ്റ്റ് റിമൂവറൊക്കെ ഇതിനകത്ത് തന്നെ കമ്പനി തരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ഇതാണ് ഗ്ലാസ്. ഓൾറെഡി ഡസ്റ്റ് റിമൂവറും ഇത് കമ്പനി തരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനായി ഞാൻ ക്ലോത്ത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ആവശ്യം ഇപ്പം ഇല്ല. തൽക്കാലം ഇനി നമുക്കെല്ലാം മാറ്റി ഒട്ടിക്കുന്നതിലേക്ക് കിടക്കാം. അതിനായി എൻ്റെ ഓപ്പോ F9. ഇത് ഗ്ലാസ് ഓൾറെഡി ഞാൻ മുമ്പ് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇത് പൊട്ടിയത് കണ്ടോ, 4-5 പൊട്ടലുണ്ട് അതിനകത്ത്. ശ്രദ്ധിച്ച് നോക്കിയാട്ടാണ് പൊട്ടലുണ്ട്. സൈഡ് എഡ്ജെല്ലാം പൊട്ടിയിട്ടുണ്ട്. പറഞ്ഞ് ഈ ഗ്ലാസ് ഞാൻ പഴയ ഗ്ലാസ് കളഞ്ഞ് പുതിയ ഗ്ലാസ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഈ ഗ്ലാസ് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് കുപ്പിച്ചീലുകൾ എൻ്റെ കയ്യിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൈ നന്നായി വാഷ് ചെയ്ത് എന്നിട്ട് ഒട്ടിക്കുന്നതിലേക്ക് കിടക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴും ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുന്നേ കൈ വാഷ് ചെയ്യണം ഒന്നുകൂടെ നല്ലതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഡസ്റ്റ് വല്ലതും നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അത് ഒട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഒട്ടിക്കാം. അതുകൊണ്ടോ ഇനിയിപ്പോൾ ഇത് നന്നായി ക്ലീൻ ചെയ്ത ശേഷം ഒട്ടിക്കാൻ പോകും ഗ്ലാസ്. അതിനായി ഞാൻ ക്ലീനിങ് കിറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ക്ലീനിങ് വൈപ്പുണ്ട്, പിന്നെ ഒരു ഡ്രൈ ആയ ഒരു ക്ലോത്തും ഉണ്ട്, പിന്നെ ഡസ്റ്റ് റിമൂവർ. ഈ ഡസ്റ്റ് റിമൂവർ എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഏകദേശം ഇൻസുലേഷൻ ടാപ്പ് പോലുള്ള ഒരു സ്റ്റിക്കറാണ്. ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലുള്ള ഡസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ ആദ്യം ഞങ്ങൾ ക്ലീനിങ് വൈപ്പിട്ടിട്ട് ആദ്യം നന്നായി ഡിസ്പ്ലേ LCD ക്ലീൻ ചെയ്യുക. ഇതിൽ ചെറിയൊരു നനവുണ്ടാവും. ഇത് സ്മെല്ല് ചെയ്ത ചെറിയൊരു ആൽക്കഹോളിൻ്റെ സ്മെല്ല് ഉണ്ടാവും. സത്യത്തിൽ ഇതിലൊരു ആൽക്കഹോളിൻ്റെ മിശ്രിതം ഉണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാം. മോഡലുണ്ട്. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഉപയോഗം ജസ്റ്റ് നമ്മളെ ഫിംഗറിൻ്റെ ഞാൻ ഫിംഗറൊന്നും ഇവിടെ തൊട്ടപ്പോൾ ആ ഫിംഗറിൻ്റെ അടയാളം കാണുന്നുണ്ട്. അപ്പോൾ ആ അടയാളം റിമൂവ് ചെയ്യാനാണ് ഈ ഡസ്റ്റർ റിമൂവിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ പോകണം. ജസ്റ്റ് നോക്കിക്കോളൂ. ഒട്ടിക്കുക എടുക്കുക. കണ്ടോ,
ഈ ഭാഗമുള്ള വ്യത്യാസം. അതാണ് ഈ ഡസ്റ്റർ കൊണ്ടുള്ള ഉപയോഗം. നമ്മളുടെ ഫിംഗറിൻ്റെ പ്രിൻ്റ്, അതുപോലെ ചെറിയ ചെറിയ ഡസ്റ്റുകൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഡിസ്പ്ലേ. അപ്പോൾ ഇനി നമ്മൾ ഗ്ലാസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. എപ്പോഴും ഗ്ലാസ് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തല എങ്ങനെ പോകണം, താഴ്ത്തി അഴിക്കാൻ ശ്രമിക്കുക. അഥവാ ഗമ്മുള്ള ഭാഗം താഴോട്ട് വരുന്നത് പോലെ. കാരണം നമ്മൾ ഈ പൊസിഷനിലാണ് അഴിക്കുന്നതാണെങ്കിൽ ഡസ്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് അതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് അഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. പയ്യെടുത്ത് മാറ്റി കറക്റ്റ് നോച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ക്യാമറയുടെ നോച്ച് ശ്രദ്ധിച്ച് ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഡിസ്പ്ലേയുടെ നോച്ചിൻ്റെ എൻഡ് എവിടെയാണെന്ന്. അപ്പോൾ ആ എൻഡിനോട് ചേർത്ത് പയ്യെ വെച്ച് മെല്ലെ ഡിസ്പ്ലേയിലേക്ക് പോകാം. ഈ ഗം ഒട്ടി വരുന്നതിനോടൊപ്പം നമ്മുടെ ഫിംഗർ മെല്ലെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നിസ്സാര കാര്യമുള്ളൂ, സംഭവം എളുപ്പമാണ്. ചെയ്യാനുള്ള പേടിയാണ് എല്ലാവരും പിന്തിരിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പൊക്കിയത് ആ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ചെറിയ ബബിൾസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും ഫിംഗർ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സംഭവത്തിലുള്ളൂ. ഈ ഗ്ലാസിൻ്റെ ഉപയോഗം എഡ്ജ് ടു എഡ്ജാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ഗ്ലാസ് പോലെ വലിപ്പം കുറവൊന്നും ഉണ്ടാവില്ല. ഡിസ്പ്ലേൻ്റെ സെയിം സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്ലാസ്. അത്ര പെർഫെക്ഷനാണ് പൊട്ടിച്ചത്. അപ്പോൾ ഈ ഞാൻ കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.